ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഡബേലിയാണ്. അത് ഒത്തൻറ്റിക് രീതിയിലുള്ള ഡബേലിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഞാൻ എൻ്റേതായ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് ഈസി വേയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് ഡബേലി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ബണ്ണ്, നമ്മൾ കഴിക്കുന്ന ബണ്ണുണ്ടല്ലോ, ബണ്ണാണ് ആവശ്യം. അതിനകത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് സോട്ട് ചെയ്ത് അത് സ്റ്റഫ് ചെയ്യുന്നു. പിന്നെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ളത് ഗാർലിക് ചട്നി, പിന്നെ ടാമറിൻ ചട്നി. അതായത് ഈ രണ്ട് ചട്നികളും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാനിത് ഇപ്പോൾ എനിക്കൊരു 8 to 10 ഡബേലി ഉണ്ടാക്കാനുള്ള ചട്നീസാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത്. അത് വളരെ കുറച്ച്, സ്റ്റോർ ചെയ്യാൻ പാകത്തിനൊന്നും ഉണ്ടാക്കുന്നില്ല, കുറച്ച് മാത്രമാണ് ഞാൻ ഗാർലിക് ചട്നിയും ടാമറിൻ ചട്നിയും തയ്യാറാക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വയ്ക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ടാമറിൻ, അതായത് വാളൻ പുളി, അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തിളച്ച് കുറുകി വരുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക്, കുറുകി വരണമെന്നില്ല, ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് കൊണ്ട് നന്നായി തിളയ്ക്കുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഡേറ്റ്സ് ആണ് ആഡ് ചെയ്യുന്നത്. ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുരു കളഞ്ഞ് വെള്ളത്തിൽ വേവിച്ചെടുത്ത ഡേറ്റ്സിൻ്റെ പേസ്റ്റാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഡേറ്റ്സ് ഈ പുളിയോടൊപ്പം തന്നെ ഇട്ട് തിളപ്പിച്ചെടുത്താലും മതി. ഇനി അങ്ങനെ ചെയ്യുന്നില്ല, നിങ്ങൾ ഡേറ്റ്സ് ആഡ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ശർക്കര മാത്രം ചേർത്താലും മതി. ഞാൻ ഡേറ്റ്സ് ഇത്രയും ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ശർക്കര വളരെ കുറച്ചാണ് ആഡ് ചെയ്യുന്നുള്ളൂ. ഇത്രയും മാത്രം ശർക്കര ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം ഡേറ്റ്സിൻ്റെ മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് ഇത്രയും ശർക്കരയുടെ ആവശ്യമുള്ളൂ. നമ്മൾ ഡേറ്റ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതാകെ ഒന്ന് കുറുകിയ പോലെ ആയി. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു 2 മിനിറ്റ് എല്ലാം കൂടെ ഒന്ന് തിളച്ച് കുറുകി വരണം. അപ്പോൾ ഈ ശർക്കരയും ഒക്കെ ഇതിൽ നന്നായി മെൽറ്റ് ആവും. പിന്നെ ഡേറ്റ്സ് ഓൾറെഡി പേസ്റ്റ് ആയത് കാരണം ഇനി മെൽറ്റ് ആവാൻ അങ്ങനെ ഇല്ല. എന്നാലും എല്ലാം കൂടെ ഒരു 2 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. ഈ സമയത്ത് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പിഞ്ച് ഗരം മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ ഇത് നല്ല കുറുകി വന്നിട്ടുണ്ട്. നമ്മളിതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ടാമറിൻ പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ടാമറിൻ ചട്നി ഉണ്ടാക്കാനുള്ളതൊന്ന് ആറി വരുമ്പോഴത്തേക്കും നമുക്ക് ഗാർലിക് ചട്നിയാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ, ഞാൻ വളരെ കുറച്ച് ഗാർലിക് ചട്നി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിനകത്തേക്ക് ഓയിൽ ആഡ് ചെയ്യണം. വളരെ കുറച്ചാണ്, ഒരു പിഞ്ച് നല്ല ജീരകമാണ് ആഡ് ചെയ്യുന്നുള്ളൂ. അതൊന്ന് പൊട്ടി വരാൻ അനുവദിക്കണം. ഇനി ഈ ജീരകത്തിലേക്ക് നമ്മൾ ഒരു അല്ലി വെളുത്തുള്ളി യൂസ് ചെയ്യുന്നുള്ളൂ. അതിട്ട് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ റോ സ്മെല്ലൊന്ന് മാറണം. ഒരു സവാളയുടെ പകുതി, ഒരു ചെറിയൊരു സവാളയായിരുന്നു, അതിൻ്റെ പകുതിയാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അതിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യണം. ഈ സവാള ഒന്ന് വഴഞ്ഞു വരുമ്പോഴത്തേക്കും ഇത്രയും ഒരു പീസ് പുളിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിലേക്ക് ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇളക്കി. ഇതും തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് മിക്സിയിലൊന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നമ്മുടെ ടാമറിൻ ചട്നി ആറി കഴിഞ്ഞപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഗാർലിക് ചട്നിയും ടാമറിൻ ചട്നിയും തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഈ പൊട്ടറ്റോ സ്റ്റഫ് ചെയ്യാനുള്ള പൊട്ടറ്റോ നമുക്ക് ഒന്ന് വഴിച്ചെടുക്കണം. അപ്പം അതിന് നമ്മളൊരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യുക. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്യുന്നുണ്ട്.
ഒരു 1/4 ടീസ്പൂൺ കായം ആഡ് ചെയ്യുന്നുണ്ട്. കായത്തിൻ്റെ പൊടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഒരു മീഡിയം സൈസ് സവാളയാണ് ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ അംചൂർ പൗഡറാണ്, ഡ്രൈ മാംഗോ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഒരു പുളിരസം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഈ ഡ്രൈ മാംഗോ പൗഡറും ചാട്ട് മസാലയൊക്കെ നമുക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇതിന് പകരം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ടാമറിൻ ചട്നിയുടെ ഒരു 1/2 ടീസ്പൂണും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ പൊട്ടറ്റോ ആഡ് ചെയ്യുമ്പോൾ ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു 2 മീഡിയം സൈസ് പൊട്ടറ്റോ അത് നമ്മൾ ഇതിനായിട്ട് വേവിച്ച് വെക്കണം. അത് ഞാൻ വേവിച്ച് വെച്ചതിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്താൽ മതി ഒരു 10 മിനിറ്റ്സ്. ഈ സമയം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടാമറിൻ ചട്നിയിൽ നിന്ന് ഒരു 1/4 ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഉരുളക്കിഴങ്ങിൽ ഒരു തരി പോലും ഇല്ലാതെ നന്നായി സ്മാഷ് ചെയ്യണം ഈ ഉരുളക്കിഴങ്ങ്. അത് ഈ മസാലയിലേക്ക് നന്നായിട്ട് മിക്സായി വരണം. കണ്ടോ, ഇതുപോലെ നമ്മളിട്ട് ഉരുളക്കിഴങ്ങ് ഒന്നും ഇപ്പോൾ കാണാത്ത പോലെ ഇത് ഈ കൂട്ടിലേക്ക് മിക്സായി വന്ന് ഇതായാലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കുക. ഇതിന് ഉപ്പ് ഇപ്പോൾ ഈ സമയത്ത് നമ്മളെല്ലാം ചെക്ക് ചെയ്ത് നോക്കണം. ഇതിനെല്ലാം മതിയോ, ഉപ്പ് പുളി എല്ലാം ബാലൻസ്ഡ് ആണോ എന്ന് നോക്കുക. ഈ സമയത്ത് കൊറിയാൻഡർ ലീവ്സ്, മല്ലിയില ഉള്ളവർക്ക് അത് ആഡ് ചെയ്യാം. ഇത് നന്നായി ഡ്രൈ ആക്കി എടുക്കുക. ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ച് നല്ല ഡ്രൈ ആയിട്ട് വരണം. ഇതിൽ വെള്ളം എല്ലാം വറ്റി വന്നാൽ നമുക്കിത് ആ ബണ്ണിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാനുള്ളതാണ്. നമ്മുടെ സ്റ്റഫിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ഈ ടൈപ്പ് ബണ്ണാണ്. അതല്ല നമ്മുടെ പാവ് ഭാജിയുടെ ബൺ കിട്ടുമെങ്കിൽ അതും നല്ലത് തന്നെയാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നൈഫ് വെച്ചിട്ട് ഇതിനൊരു ഓപ്പണിങ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് മുറിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ഓപ്പണിങ് കൊടുക്കുക. ഇനി നമ്മൾ ഒരു സൈഡിൽ ഗാർലിക് ചട്നി ഇങ്ങനെ നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കണം. ഗാർലിക് ചട്നി ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ട് നമ്മൾ ടാമറിൻ ചട്നി ഇതുപോലെ തന്നെ നന്നായി കോട്ട് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ പൊട്ടറ്റോ സ്റ്റഫ് ചെയ്തത് വയ്ക്കുവാണ്. ഇത് കുറച്ച് മസാല കപ്പലണ്ടിയാണ്. ഇത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് കൊടുക്കാം. ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയാണ്. അത് നിർബന്ധമില്ല, അതൊക്കെ നമ്മുടെ ടേസ്റ്റാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് സവാള പച്ചയ്ക്ക് അരിഞ്ഞത് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ ആർക്കും അങ്ങനെ റോ ടേസ്റ്റിൽ സവാള കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കാരണം ഞാനത് ഇടണില്ല. പക്ഷെ അതിന് പകരം നമുക്ക് കുറച്ച് മസാല കപ്പലണ്ടി നമുക്ക് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് നമ്മളൊരു പാനിൽ ബട്ടർ ചൂടാക്കിയിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഞാനിപ്പോൾ അങ്ങനെ 3 ഇവിടെ സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഫ്രൈങ് പാനിലിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ബട്ടറാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ആ ബട്ടർ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കുക. കാരണം നമുക്ക് 3 ബൺ അറ്റ് എ ടൈം വെച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എല്ലാ ബണ്ണിലും നമുക്ക് ഈ ബട്ടർ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ബട്ടർ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. ഇനി 3 ബണ്ണ് നമ്മൾ വെച്ച് കൊടുക്കുക. ഒരു സൈഡായി വരുമ്പോൾ നമ്മൾ ടേൺ ചെയ്ത് കൊടുക്കണം. അടുത്ത സെറ്റ് ബണ്ണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതിലൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. തയ്യാറാക്കിയത് ഇത് സേവ് എന്ന് പറയും. അതായത് നമ്മുടെ മിക്സ്ചറിൽ അതിലിങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്ത് നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഈ അറ്റം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ.
അങ്ങനെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ഈസിയാണ്. നമ്മുടെ ചട്നികളൊക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് വിത്തിൻ മിനിറ്റ്സ് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.